സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതിന് പിന്നാലെ നിലമ്പൂരിൽ പ്രചാരണ രംഗം കൂടുതൽ ആവേശത്തിലേക്ക്. കെ.സി. വേണുഗോപാലിന്റെ ക്ഷേമ പെൻഷൻ പരാമർശം തന്നെയാണ് എൽ.ഡി.എഫിന്റെ പ്രധാന പ്രചരണ വിഷയം. എൽ.ഡി.എഫിന്റെ നേതൃത്വത്തിൽ പെൻഷൻ സംഗമവും നിലമ്പൂരിൽ സംഘടിപ്പിച്ചു. അതേസമയം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ആളിക്കത്തിക്കുകയാണ് യു.ഡി.എഫ്. എല്ലാ തെരഞ്ഞെടുപ്പ് വേദികളിലും വിഷയം ഉന്നയിക്കാനാണ് നേതാക്കൾക്കുള്ള നിർദ്ദേശം. അതേസമയം മലപ്പുറവുമായി ബന്ധപ്പെട്ട വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന മണ്ഡലത്തിൽ ചർച്ചയാക്കുകയാണ് എൻ.ഡി.എ. നമ്മുടെ ഇലക്ഷൻ എക്സ്പ്രസ് ഇതായി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾക്കായി ആദ്യം ആർ റോഷിപാലിലേക്ക് പോകാം. ഗുഡ് ഈവനിങ് ആർ റോഷിപാൽ. റോഷിപാൽ, നിലമ്പൂരിലുണ്ടോ, സുഖമാണോ എന്നൊക്കെ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. നമുക്ക് അതിനുള്ള ഒരു ഉത്തരം പറഞ്ഞു തുടങ്ങാമെന്ന് കരുതുന്നു. നിലമ്പൂരിലെ രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെയുണ്ട് റോഷിപാൽ? സുജയ, നിലമ്പൂരിൽ തന്നെയുണ്ട്. നിലമ്പൂരിലെ കാലാവസ്ഥ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമുണ്ട്. ഇന്ന് മഴയില്ല, തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. നേരത്തെ കടുത്ത വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണ വ്യക്തമായതോടെ ഇന്നലെ തന്നെ 10 സ്ഥാനാർത്ഥികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി 4 സ്ഥാനാർത്ഥികളാണ്. അതിൽ 3 മുന്നണി സ്ഥാനാർത്ഥിയും 1 തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയുള്ള PV അൻവറുമാണ്. എല്ലാവരും ആ പ്രചാരണം സജീവമാക്കി തുടങ്ങുകയാണ്. ഏതായാലും പെരുന്നാൾ കഴിയുന്നതോടെ PV അൻവർ കൂടി പരസ്യ പ്രചാരണത്തിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ UDF-ഉം LDF-ഉം ഒപ്പം NDA-യും അവർ സജീവമായി തന്നെ പ്രചാരണ രംഗത്തുണ്ട്. ഏതായാലും ഒട്ടേറെ വിവാദങ്ങളും പ്രചാരണത്തിനൊപ്പം പോകുന്നുണ്ട്. നേരത്തെ സുജയ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ പെൻഷനുമായി ബന്ധപ്പെട്ട കെ.സി. വേണുഗോപാൽ നടത്തിയ പരാമർശമാണ്. അത് UDF നടത്തിയ ആക്ഷേപമാണ്. അത് LDF ആയുധമാക്കി മാറ്റുന്ന സാഹചര്യമാണ്. നേരെ മറിച്ച് മലപ്പുറവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശം അത് UDF ആയുധമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ അത് പരസ്പരം വാക്പോരിലേക്ക് നയിക്കുന്നു എന്നതാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ, അത് പെൻഷൻ ഗുണഭോക്താക്കളെ അപമാനിക്കുന്നത് തുല്യമാണ് കെ.സി. വേണുഗോപാലിന്റെ പ്രസ്താവന എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് LDF പ്രചാരണം സജീവമാക്കിയിട്ടുണ്ട്. അവിടെ പ്രതിരോധം തീർക്കുന്നത് എന്തുകൊണ്ട് പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നില്ല എന്ന മറുചോദ്യം ഉയർത്തിയാണ്. അതിനൊപ്പം തന്നെ മലപ്പുറം വിഷയവും ആളിക്കത്തിക്കുകയാണ് UDF. ഏതായാലും വരും ദിവസങ്ങൾ കൂടുതൽ സജീവമാകും. കാരണം 9-ാം തീയതി മുതൽ കൂടുതൽ നേതാക്കളെ UDF കളത്തിലിറക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ പ്രിയങ്കാ ഗാന്ധി തന്നെ പ്രചാരണത്തിലേക്ക് ഇറങ്ങും. ഒരു ദിവസം പ്രിയങ്കാ ഗാന്ധി മണ്ഡലത്തിൽ വരുമെന്നാണ് UDF നേതാക്കൾ പറയുന്നത്. റോഡ് ഷോ അടക്കമുള്ള നിരവധി പരിപാടികൾ പ്രിയങ്കാ ഗാന്ധിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് UDF ക്യാമ്പ് ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഓക്കെ, വിവരങ്ങൾ നൽകിയത് ആർ റോഷിപാലാണ് നിലമ്പൂരിൽ നിന്ന്.